ഹായ് ഹലോ പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കഥ പറയാം. ഒരിടത്ത് ഷുഗർ പേഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞു മോനുണ്ടായിരുന്നു. ആ മകന് മിഠായി കഴിക്കാൻ, ഐസ്ക്രീം കഴിക്കാൻ, മധുരപലഹാരങ്ങൾ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്ത് ചെയ്താലും അവനെ അത് കഴിക്കാൻ സമ്മതിക്കത്തില്ല. ഒരു ദിവസം ഈ മകൻ എന്ത് ചെയ്തു? അപ്പനറിയാതെ അപ്പൻ്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുത്തുകൊണ്ട് പോയി അടുത്തുള്ള കടയിൽ പോയി ഇഷ്ടംപോലെ മിഠായി വാങ്ങിച്ചു. വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞിന് മനസ്സിലായത്, അയ്യോ ഞാൻ തെറ്റ് ചെയ്തു, ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ രണ്ട് തെറ്റ് ചെയ്തു, ഒന്ന് ഞാൻ മോഷ്ടിച്ചു, ഒന്ന് ഞാൻ കഴിക്കരുതെന്ന് പറഞ്ഞ സാധനം മേടിച്ച് കഴിച്ചു. ആ കുഞ്ഞിന് വീട്ടിൽ പോകാൻ ഭയങ്കര പ്രയാസം. ഞാൻ എങ്ങനെ വീട്ടിലേക്ക് പോകും, ഞാൻ എങ്ങനെ അപ്പനെ കാണും, അപ്പനോട് എങ്ങനെ പറയും, ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പൈസ എടുത്ത കാര്യം അപ്പൻ അറിയും, വാങ്ങിച്ച് കഴിക്കരുതെന്ന് പറഞ്ഞ സാധനം ഞാൻ കഴിച്ചു എന്ന് അപ്പനെ ദേഷ്യം വരും. കുഞ്ഞിന് ആകെ വേവലാതിയായി. കുഞ്ഞ് വിചാരിച്ചില്ല, ഞാൻ പോകുന്നില്ല, ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല, ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കും, എനിക്ക് വീട്ടിൽ പോകാൻ പേടിയാണ്. കുറേ സമയം കഴിഞ്ഞു, വീട്ടിൽ നോക്കുമ്പോൾ കുഞ്ഞിനെ കാണാനില്ല. എല്ലാവരും അന്വേഷണം തുടങ്ങി. അപ്പന് വല്ലാത്ത വിഷമായി, കാരണം ഈ കുഞ്ഞ് അപ്പൻ്റെ പ്രിയ മകനാണ്. അപ്പൻ അന്വേഷിക്കാൻ തുടങ്ങി, വീട് മുഴുവൻ അരിച്ചു പറക്കി കുഞ്ഞിനെ കാണാനില്ല. അപ്പം പുറത്തേക്ക് വന്നു, പുറത്തെല്ലാം നോക്കി, കുഞ്ഞിനെ കണ്ടില്ല. അപ്പൻ എന്ത് ചെയ്തു? റോഡിലേക്ക് ഇറങ്ങി കുറേ നടന്ന് കടയുടെ അടുത്തെത്തി കടക്കാരനോട് ചോദിച്ചു, എൻ്റെ കുഞ്ഞ് ഇങ്ങോട്ട് വന്നായിരുന്നു, എൻ്റെ കുഞ്ഞിനെ കണ്ടായിരുന്നു. അപ്പോൾ കടക്കാരൻ പറഞ്ഞാൽ, അത് ഞാൻ കണ്ടായിരുന്നു, അവന് കുറച്ച് മിഠായി കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ മിഠായി കഴിച്ചിട്ട് ഇവിടെ എവിടെയോ ഇരിപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അപ്പൻ അവിടെ എല്ലാം പോയി നോക്കുമ്പോൾ ഒരു മൂലയ്ക്ക് കൂടി പേടിയോടെ തൻ്റെ മകൻ ഇരിക്കുന്നുണ്ട്. അപ്പനെ കണ്ട ഉടനെ ഈ കുഞ്ഞിന് എന്ത് ചെയ്യണം? ഓടിപ്പോണോ, അതോ അപ്പൻ എന്നെ ഉപദ്രവിക്കുമോ, തല്ലോ, ഒന്നും അറിയാണ്ട് കുഞ്ഞ് അവിടെ തന്നെ അനങ്ങാണ്ടിരിക്കുക. ഈ അപ്പൻ എന്താ ചെയ്തെന്നറിയോ? ഓടിച്ചെന്നാൽ കുഞ്ഞിനെ വാരി എടുത്തിട്ട് ചോദിച്ചു, മോനെ നിന്നെ കാണാണ്ട് അപ്പൻ എത്ര വിഷമിച്ചു എന്നറിയോ, നീ എന്തിനാ ഇവിടെ ആരോടും പറയാണ്ട് ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആ മകൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അപ്പയ്യേ ഞാൻ അപ്പയുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് വന്ന് മുട്ടായി മേടിച്ച് കഴിച്ചു, എനിക്ക് ഷുഗർ ഉള്ളതല്ലേ, എനിക്കത് കഴിക്കാൻ പാടില്ല, ഞാൻ കഴിച്ചു, അപ്പച്ചൻ എന്നെ അടിക്കുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഒളിച്ചിരുന്നത്. അപ്പോഴപ്പൻ എന്താ കുഞ്ഞിനോട് പറഞ്ഞെന്നറിയോ? മോനെ നിനക്ക് ഷുഗർ ആയതുകൊണ്ട് നിനക്ക് മിഠായി കഴിക്കാൻ പാടില്ല, അതുകൊണ്ടല്ലേ അപ്പൻ അങ്ങനെ പറഞ്ഞത്. എൻ്റെ കുഞ്ഞ് കഴിച്ചത് പോട്ടെ, സാരമില്ല, ഇനിമേൽ എന്ത് ചെയ്യരുത്, കഴിക്കരുത്, ഇല്ലെങ്കിൽ ഇനിമേലാൽ അപ്പൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ ചോദിക്കാണ്ട് എടുക്കരുത്, തെറ്റ് ചെയ്യരുത്. ഇവിടെ ആ കുഞ്ഞ് പ്രതീക്ഷിച്ചത് എന്താ? അപ്പൻ ഒത്തിരി ഉപദ്രവിക്കുമായിരിക്കും, തല്ലുമായിരിക്കും, പിണങ്ങിയിരിക്കുമായിരിക്കും. ആ കുഞ്ഞ് അത് പേടിച്ചിട്ടാണ് ഒറ്റയ്ക്ക് പോയിരുന്നത്. പക്ഷേ അപ്പൻ എന്താ ചെയ്തത്? കുഞ്ഞ് കാണാണ്ടായി. കുഞ്ഞിനെ കണ്ടപ്പോൾ വാരി പുണർന്ന് കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ട് കുഞ്ഞിനോട് ഇനി തെറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞു. നമുക്ക് സ്വർഗ്ഗത്തിൽ ഇതിനേക്കാൾ സ്നേഹമുള്ളൊരു അപ്പൻ ഇരിപ്പുണ്ട്. നമ്മുടെ കുറ്റങ്ങളും കുറവുകളും നമ്മളെക്കാൾ നന്നായിട്ട് അറിയുന്ന ഒരപ്പൻ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തെറ്റുകൾ ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുറവുകൾ വന്നു കഴിയുമ്പോൾ പ്രാർത്ഥിക്കാൻ നമുക്ക് ഭയങ്കര പേടിയായിരിക്കും. അയ്യോ ഞാൻ ഇത്രയും തെറ്റിപ്പോയി, ഇനി ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും, ഇനി ഞാൻ ഇങ്ങനെ വചനം വായിക്കും, കർത്താവ് ഇനി എന്നോട് ക്ഷമിക്കും. എന്നാൽ വചനം പറയുന്നു, എബ്രായർ 13:8, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ഹല്ലേലൂയ. അനന്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം മാറാത്തവൻ, ദ അൺചേഞ്ചിങ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവ് ഒരിക്കലും മാറാത്ത ദൈവമാണ്. നമ്മുടെ കുറവുകളും കുറ്റങ്ങളും അറിയുന്ന ദൈവം. നമ്മുടെ ഭൂമിയിലെ അപ്പച്ചന് നമ്മളോട് ക്ഷമിപ്പാൻ കഴിയുന്നുണ്ടെങ്കിൽ സ്വർഗ്ഗത്തിലെ കർത്താവ് എത്രയധികം നമ്മളോട് ക്ഷമിക്കും, എത്രയധികം നമ്മളെ കരുതും. പലരുടെയും ജീവിതത്തിൽ പിന്മാറ്റത്തിൻ്റെ അവസ്ഥകൾ വന്നിട്ടുണ്ടാകാം. എന്നെ ഇന്ന് കേൾക്കുന്നവർക്ക് ഒരിക്കലും ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിളി കാത്തിരിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ആ കർത്താവിൻ്റെ അടുത്തേക്ക് മടങ്ങി വരുവാൻ കർത്താവ് ഇന്ന് നിങ്ങളെ സഹായിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.